നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് അസാധാരണമായൊരു കാര്യമാണ്. അതായത് കേരളത്തിലെ തീയ സമുദായത്തിന്റെ പഴയ വിവാഹ ആചാരങ്ങളും പിന്നെ അങ്ങ് അറേബ്യൻ നാടുകളായ യമൻ, ഒമാൻ എന്നിവിടങ്ങളിലെ രീതികളും തമ്മിൽ കാണുന്ന ചില സാമ്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ കയ്യിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1912 കോഴിക്കോട്ടുള്ള ഒരു തീയ വരന്റെ ഒരു പഴയ ഫോട്ടോ ഉണ്ട്. പിന്നെ യമനിലെയും ഒമാനിലെയും ഇപ്പോഴത്തെ ചില കല്യാണ ഫോട്ടോകൾ. തീയ ആചാരങ്ങളെക്കുറിച്ചുള്ള ചില പഴയ വിവരണങ്ങളും ഈ ബന്ധം എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചുള്ള ചില വിശകലനങ്ങളും. അപ്പോൾ എന്താണ് ഈ സാമ്യങ്ങൾ, ഇതിന്റെ പിന്നിലെ ചരിത്രം എന്തായിരിക്കാം, അതാണ് നമ്മളിന്ന് നോക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ശരിക്കും 1912 തീയ വരന്റെ പടം കണ്ടാൽ, പിന്നെ ഇന്നത്തെ ഒരു യമനി അല്ലെങ്കിൽ ഒമാനി വരന്റെ പടം എടുത്തു വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും, അല്ലേ? അതെ, പ്രത്യേകിച്ചും വരന്റെ കൂടെ നിൽക്കുന്ന ആ രണ്ടുപേർ ഏകദേശം ഒരേപോലത്തെ വേഷം. അത് തന്നെ. പിന്നെ ആ കയ്യിലുള്ള വാള്, അതും രണ്ട് കൂട്ടർക്കും കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം അരയിലെ വേഷമാണ്. എന്താ പറയാ, ഒരു കച്ച പോലെ ഒരു തുണി കെട്ടിട്ടുണ്ട് രണ്ട് കൂട്ടർക്കും. കച്ച, കുമ്മബണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിന്റെ മുകളിലൊരു ബെൽറ്റുണ്ട്. പിന്നെ അരയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചെറിയ കഠാര. തീയരതിനെ കഠാര എന്നാണല്ലേ പറയുന്നത്? അതെ, കഠാര. യമനിലെയും ഒമാനിലെയും രീതികളിലും കൃത്യമായി ഇതുപോലൊന്ന് കാണാം, ഒരു ഡാഗർ. ഈ കാണുന്ന സാമ്യം വളരെ വ്യക്തമാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ തീയ സമുദായവും യമൻ, ഒമാൻ പോലുള്ള സ്ഥലങ്ങളും തമ്മിൽ അടുത്ത കാലത്തൊന്നും വലിയ നേരിട്ടുള്ള ബന്ധങ്ങളൊന്നും രേഖപ്പെടുത്തി കാണുന്നില്ല. ഇല്ല, സാധാരണ നമ്മൾ കേൾക്കുന്നൊരു ബന്ധം ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അത് ഈ പ്രത്യേക ആചാരങ്ങളെ, ഈ വേഷവിധാനത്തെയൊന്നും അത്ര വിശദീകരിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും ഇതിന് കാരണം? ശരിക്കും പറഞ്ഞാലേ ഇതിന്റെ ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ, ഈ ആചാരങ്ങൾ ഒരുപക്ഷെ അറേബ്യയിലോ കേരളത്തിലോ തന്നെയല്ല ഉത്ഭവിച്ചത് എന്നുള്ളതാണ്. ഓഹോ. അതെ, ഇതിന്റെ വേരുകൾ ഒരുപക്ഷെ അങ്ങ് മധ്യേഷ്യയിൽ അലക്സാണ്ടറുടെ കാലശേഷം രൂപപ്പെട്ട ഗ്രീക്ക് ബാക്ട്രിയൻ സംസ്കാരത്തിലേക്കും അവിടെ നിന്ന് പല ഭാഗങ്ങളിലേക്കും പോയ സിഥിയൻ വംശജരിലേക്കും എത്തുന്നു എന്നാണ് ചിലർ പറയുന്നത്. സിഥിയൻ, അവർ നാടോടികളായ യോദ്ധാക്കളായിരുന്നില്ല? അതെ, പുരാതന കാലത്തെ നാടോടികളായ യോദ്ധാക്കൾ. ഈ അരയിൽ കെട്ടുന്ന കച്ച, അത് സിഥിയന്മാരുടെ ഒരു ട്രേഡ്മാർക്ക് വസ്ത്രധാരണ രീതിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ സിഥിയന്മാര് യമനിലും ഒമാനിലുമൊക്കെ എത്തിയിരുന്നു. അവർ വലിയ തോതിൽ സഞ്ചരിച്ചിരുന്നവരാണ്. അറേബ്യൻ പെനിൻസുലയുടെ തെക്കൻ ഭാഗങ്ങളിലും അതേപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കും പല ഘട്ടങ്ങളിലായി അവർ കുടിയേറിയിട്ടുണ്ട്. അതുകൊണ്ടാ ഒരു പക്ഷേ പഞ്ചാബിലെ സിഖ് സമൂഹം കിർപ്പാൻ ധരിക്കുന്നത്, കൂർഗിലെ കൊടവരുടെ ചില രീതികൾ, ഇതിലൊക്കെ ഒരുപക്ഷെ ആ പഴയ സിഥിയൻ സ്വാധീനത്തിന്റെ അംശങ്ങൾ കാണാമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ തീയ സമുദായവും യമനി ഒമാനി രീതികളും തമ്മിലുള്ള ഈ സാമ്യം അത് കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. വസ്ത്രം, ആയുധം, ഇതിലൊക്കെ അസാധാരണമായ സാമ്യമാണ് കാണുന്നത്. ശരിയാണ്. ഈയൊരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തീയരുടെ വിവാഹ ആചാരങ്ങളിലെ ചില കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധേയമാവുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള വിവരണമനുസരിച്ച് വരൻ പട്ടുടുക്കും, സ്വർണമണിയും അതൊക്കെയുണ്ട്. പക്ഷേ നിർബന്ധമായും അരയിലൊരു കച്ച, അതിൽ കടാര, പിന്നെ കയ്യിലൊരു വാൾ, ഇതൊക്കെ ഉണ്ടാവും. അതെ, വിവാഹഘോഷയാത്രയിൽ വരനും രണ്ട് കൂട്ടാളികൾക്കും തണ്ടാനാണ് വാളുകൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ നായർ അകമ്പടിക്കാരുണ്ടാവും, വാളും പരിചയം വെച്ചുള്ള നൃത്തം, അങ്ങനെ പലതും. വധുവിന്റെ വേഷത്തെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. വരൻ കൊണ്ടുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു, പിന്നെ കണ്ണുകളൊഴികെ മുഖം മറയ്ക്കുന്ന ഒരു രീതി. പക്ഷേ വസ്ത്രത്തിലെയും ആയുധത്തിലെയും ഈ സാമ്യങ്ങളെക്കാളൊക്കെ ഒരുപക്ഷെ കൂടുതൽ ആഴത്തിലുള്ളൊരു ബന്ധം സൂചിപ്പിക്കുന്നത് ഇവരുടെ ഒരു സാമ്പത്തിക ആചാരത്തിലാണ്. അതെന്താണ്? നമ്മുടെ കയ്യിലുള്ള പഴയ വിവരങ്ങളനുസരിച്ച് തീയരുടെ ഇടയിൽ പണ്ട് സ്ത്രീധനമെന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. സ്ത്രീധനമില്ലായിരുന്നോ? ഇല്ല. പകരം വരൻ വധുവിന്റെ വീട്ടുകാർക്ക് ഒരു നിശ്ചിത തുക പണമായി നൽകണമായിരുന്നു. പണം കൊടുക്കുക എന്ന് പറയും. ഇത് കേരളത്തിലെ മറ്റു പല പ്രധാന സമുദായങ്ങളുടെയും രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ശരിയാണ്. അപ്പോ യമനിലെയും ഒമാനിലെയും രീതി എങ്ങനെയാണ്? അതാണ് രസം. കൃത്യമായും ഇതേ സമ്പ്രദായം. അവിടെയും വരൻ വധുവിന് അല്ലെങ്കിൽ വധുവിന്റെ കുടുംബത്തിന് ഒരു തുക പണമായി നൽകുന്നു, സ്ത്രീധനം എന്ന രീതിയില്ല. ആണോ? അപ്പോ വസ്ത്രം, വാൾ, കടാര, പിന്നെ ഈ സാമ്പത്തിക രീതിയും ഇത് യാദൃച്ഛികമാവാൻ വഴിയില്ലല്ലോ. വളരെ പ്രയാസമാണ്. വസ്ത്രത്തിലെ സാമ്യം ഒരുപക്ഷെ കാക്കതാലീയമായി സംഭവിക്കാം എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ അടിസ്ഥാനപരമായ ഒരു വിവാഹ സമ്പ്രദായം
ഈ സാമ്പത്തിക കൈമാറ്റം അത് ഒരേപോലെ വരുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഓ, അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, വസ്ത്രധാരണത്തിൽ പ്രത്യേകിച്ച് അരയിലെ കച്ചയും കടാരയും, പിന്നെ വരന്റെ കൂടെയുള്ള കൂട്ടാളികള്, കയ്യിലുള്ള വാള്, ഇതൊക്കെ യമൻ ഒമാൻ രീതികളുമായി സാമ്യം കാണിക്കുന്നു. അതിനേക്കാൾ പ്രധാനമായി സ്ത്രീധനമില്ലാതെ വരൻ വധുവിന് പണം നൽകുന്ന ഒരു രീതി, അതും സമാനമാണ്. അതെ. അപ്പോ ഇതിന്റെയൊക്കെ കാരണം എന്തായിരിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത കാലത്തെ നേരിട്ടുള്ള ബന്ധങ്ങളല്ല ഇതിന് കാരണമെന്ന് കരുതണം. മറിച്ച് ഈ സിഥിയന്മാരെപ്പോലുള്ള പുരാതന ജനവിഭാഗങ്ങൾ അവരുടെ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട കുടിയേറ്റങ്ങളിലൂടെയും സമ്പർക്കങ്ങളിലൂടെയും പല നാടുകളിൽ പടർന്ന ഒരു സാംസ്കാരിക പാരമ്പര്യം, അതിന്റെയൊക്കെ ബാക്കി പത്രങ്ങളാവാം നമ്മൾ ഇന്ന് കാണുന്ന ഈ സാമ്യങ്ങൾ. അതായത് ചരിത്രത്തിന്റെ ഒഴുക്കിൽ പലതും കൈമാറ്റം ചെയ്യപ്പെട്ടു. ചിലയിടങ്ങളിൽ അത് കൂടുതൽ തെളിഞ്ഞു നിന്നു. അങ്ങനെയല്ലേ? ശരിയാണ്. ചരിത്രം എത്ര ആഴത്തിലാണ് നമ്മുടെയൊക്കെ വ്യക്തിപരമായ അല്ലെങ്കിൽ സാമൂഹികമായ ആചാരങ്ങളെ രൂപപ്പെടുത്തുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ടിതിനെ കാണാം. ഒരുപക്ഷെ നമ്മൾ ഓർക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ. ഇത് ശരിക്കും ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ്. അതെ. ഇവിടെയാണ് ഒരു പ്രധാന ചോദ്യം വരുന്നത്. ഇത്രയും പഴയ, ഒരു കാലത്ത് ഒരുപാട് ദൂരം പരന്നുകിടന്ന ഒരു സാംസ്കാരിക സ്വാധീനം, അത് നമ്മുടെ ഇന്നത്തെ ആചാരങ്ങളിൽ, അതും കല്യാണം പോലൊരു വ്യക്തിപരമായ കാര്യത്തിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയി എന്ന് നമ്മൾ കരുതുന്ന വേറെ എന്തൊക്കെ ചരിത്രപരമായ ബന്ധങ്ങൾ, എന്തൊക്കെ കഥകൾ നമ്മുടെ ചുറ്റുമുള്ള സാധാരണ കാര്യങ്ങളിൽ, നമ്മുടെ പാരമ്പര്യങ്ങളിൽ ഇന്നും ഒളിഞ്ഞിരിപ്പുണ്ടാവാം? നിങ്ങൾക്കെന്താ തോന്നുന്നത്?